എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ കേരളത്തിൽ വാഹനാപകടത്തിൽ മരിക്കുന്നത് ആദ്യമായിട്ടാണോ? ഞാൻ ചോദിക്കുന്നത്, മാധ്യമപ്രവർത്തകർ വാഹനാപകടത്തിൽ മരിക്കുന്നത് ആദ്യമായിട്ടാണോ? അല്ല, ഇന്നലെ ടി സിദ്ദിഖ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ശ്രീറാം വെങ്കിട്ടരാമൻ വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ഒന്നാകെ ആ വാർത്താ സമ്മേളനം ബഹിഷ്കരിക്കാൻ തയ്യാറായി. ഒടുവിൽ ശ്രീറാം വെങ്കിട്ടരാമൻ അപമാനിതനെ പുറത്തേക്ക് പോയി. ഈ ദുരൂഹ സാഹചര്യങ്ങളിൽ മാധ്യമപ്രവർത്തകർ വാഹനാപകടത്തിൽ മരിക്കുന്നത് ആദ്യമായിട്ടൊന്നല്ല. ഇതിനു മുന്നേയും എത്രയോ പേര് വാഹനാപകടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരാളാണ് എസ് വി പ്രദീപിനെ തിരുവനന്തപുരത്ത് വെച്ച് പിറകിലൂടെ പിന്തുടർന്നാണ് ടിപ്പർ ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ ജി പ്രഭാകരൻ എന്ന മാധ്യമപ്രവർത്തകൻ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പാലക്കാടിലെ ഒരു വാഹനാപകടത്തിൽ വെച്ചാണ് അദ്ദേഹവും കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വെച്ച് കാറടിച്ചു കൊല്ലപ്പെട്ട മറ്റൊരു മാധ്യമ പ്രവർത്തകനാണ് കെ മുഹമ്മദ് ബഷീർ. അതുപോലെ തന്നെ കേരള മാധ്യമത്തിന്റെ ക്യാമറമാനായ കെ ബി ജ്യോതിഷ് കുമാർ തിരുവനന്തപുരത്തിൽ ഒരു വാഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഈ മരണത്തിലൊന്നും ഒരു മാധ്യമപ്രവർത്തകരും ഒരു മാധ്യമവും ഇത്രയേറെ അലമുറയിട്ടത് കണ്ടിട്ടേയില്ല. ശ്രീറാം വെങ്കിട്ടരാമൻ കാരണമായ ബഷീറിന്റെ മരണത്തിൽ മാത്രമാണ് ഈ മുറവിളി കേൾക്കുന്നത്. ഞാനീ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകർ വാഹനാപകടത്തിൽ മരിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ബഷീറിന്റെ മരണം സങ്കടകരം തന്നെയാണ്, പ്രതികരിക്കേണ്ടതും തന്നെയാണ്. അശ്രദ്ധമായി റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പൊലിയുന്നത് സാധാരണക്കാരായിരിക്കും, നിരപരാധികളായിരിക്കും. ആർക്കുമില്ലാത്ത ഒരു പ്രിവിലേജ് എന്തുകൊണ്ടായിരിക്കും ബഷീറിന്റെ ഈ വാഹനാപകട മരണത്തിൽ ലഭിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ കേട്ട ഒരു പേരാണ് സോണി ഭട്ടതിരിപ്പാട്. അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലായ ഇന്ത്യ വിഷന്റെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററും ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റുമായിരുന്നു. 2008 ഗോവയിൽ നടന്ന ചലച്ചിത്രമേള റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സോണി ഭട്ടതിരിപ്പാട്. ഈ ട്രെയിൻ യാത്രക്കിടെ എവിടെയോ വെച്ച് സോണി ഭട്ടതിരിപ്പാടിനെ കാണാതായിരിക്കുന്നു. ആ സംഭവം നടന്ന് 10 വർഷങ്ങൾക്ക് ഇപ്പുറവും സോണി ഭട്ടതിരിപ്പാടിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും ഒരു ഉത്തരവുമില്ല. ഇനി ഈ മാധ്യമങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നത് സോണി ഭട്ടതിരിപ്പാട് ആയതുകൊണ്ടാണോ? ബ്രാഹ്മണിക്കൽ ഹെജ്മണി ഇനി കേരളത്തിൽ മുഴങ്ങണ്ട എന്ന് കരുതിയിട്ടാണോ ഈ സോണിയുടെ തിരോധാനത്തെക്കുറിച്ച്, കാണാതായതിനെ കുറിച്ച് ഒരു മാധ്യമവും ഒരു റിപ്പോർട്ടും കൊടുക്കാത്തത്, അല്ലെങ്കിൽ മുറവിളിക്കാത്തത്, സംസാരിക്കാത്തത്? അല്ലെങ്കിൽ ഈ സോണി ഭട്ടതിരിപ്പാട് സവർണനായതുകൊണ്ട് കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് ഒരു ധാരണ ഉള്ളത് കൊണ്ടാണോ ആരും മിണ്ടാതിരിക്കുന്നത്, നിശബ്ദരായി നിൽക്കുന്നത്, മുറവിളി കൂട്ടാതിരിക്കുന്നത്? അല്ല, ഈ മാധ്യമപ്രവർത്തകൻ ബഷീറിന്റെ വാഹനാപകടത്തെക്കുറിച്ച് മാത്രം മലയാളം മാധ്യമപ്രവർത്തകര് വല്ലാതെ അങ്ങ് മുറവിളി കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീറാം വെങ്കിട്ടരാമൻ പങ്കെടുക്കുന്ന ഏതൊരു വാർത്താ സമ്മേളനവും ഇവർ അങ്ങ് ബഹിഷ്കരിക്കും. ഇനി അഥവാ ഈ കട്ടിംഗ് സൗത്ത് പോലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത സിദ്ദിഖ് കാപ്പനെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും, ബാധിക്കും. ശരിക്കും കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഈ പ്രതിഷേധം കണ്ടാല് ബഷീറും സിദ്ദിഖ് കാപ്പനും മാത്രമാണ് കേരളത്തിൽ വേണ്ടപ്പെട്ട മാധ്യമപ്രവർത്തകര്. വേറെ ആരും അത്രയ്ക്കങ്ങ് വേണ്ടപ്പെട്ടവരല്ല. എന്റെ ഒരു ചോദ്യം, ഈ മുകളിൽ പറഞ്ഞവരൊക്കെ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടും നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുന്നത് അവരെല്ലാവരും ദേശവിരുദ്ധരല്ലാത്തത് കൊണ്ടാണോ? ദേശവിരുദ്ധമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ? സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാണോ നിങ്ങളാരും പ്രതികരിക്കാതിരിക്കുന്നത്? അല്ല, ചില ആൾക്ക് അപകടം പറ്റുമ്പോൾ അല്ലെങ്കിൽ അകാരണമായി കൊല്ലപ്പെടുമ്പോൾ മലയാള മാധ്യമങ്ങൾക്ക് ഭയങ്കര മയക്കമാണ്. ചിലർക്ക് പറ്റുമ്പോൾ മാത്രമാണ് മുറവിളി കൂട്ടല്. അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. സത്യസന്ധമായിട്ട് വാർത്ത കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയും അച്ചാരം വാങ്ങാതെ അവരുടെ നാവായി പ്രവർത്തിക്കുകയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെയും ഇതേപോലെ ഏതെങ്കിലും വാഹനങ്ങൾ തേടി വരാം, സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ മാധ്യമ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് തുടർന്നുകൊണ്ടേയിരിക്കാം, അല്ലേ? എന്തായാലും വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആർക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം ഇല്ലാതിരിക്കട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതിന് എല്ലാവർക്കും ജയ് ഹിന്ദ്.